Hello, my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന റീഡിംഗ് സമീപ ഭാവിയിൽ നിങ്ങൾ ആരായി തീരും എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, നിങ്ങളെന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഓൾറൈറ്റ്, സോ അവിടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ആക്ഷൻ വേണം അല്ലേ? സോ നിങ്ങളുടെ ചില മാറ്റങ്ങൾ അവിടെ വേണം. സോ കമോൺ ഗൈസ്, നവംബർ ആയി. സോ വരുന്നൊരു 2 months ടൈം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും കഴിയുന്നത് ഞാൻ ഓരോ ദിവസവും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ബട്ട് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കേൾക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ചില ഇൻസൈറ്റ് തരുന്ന മെസ്സേജസ് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് കുറച്ച് നിർബന്ധമുണ്ട്. സോ എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് തരുന്ന വീഡിയോസ് ആയിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയം മുതൽ നിങ്ങളുടെ ഏറ്റവും ബെറ്റർ സെൽഫ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, എവിടേക്കാണ് നിങ്ങളുടെ ഒരു നെർവ് സിസ്റ്റം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഒരു പാറ്റേൺ ചേഞ്ച് ആക്കേണ്ടത്, അവിടേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയിരിക്കാം, ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, കരിയർ, ഫൈനാൻസ്, നിങ്ങളുടെ പാഷൻ, റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഈവൻ നിങ്ങളുടെ ഹെൽത്തും ആയിരിക്കാം. സോ എവിടേക്കാണ് നിങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് ഗൈസ്, അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യവും നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. സോ എവിടെയാണോ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് വേണ്ടത്, എവിടെയാണോ നിങ്ങൾക്ക് ഗ്രോ ചെയ്യേണ്ടത്, പ്ലീസ് ഫോക്കസ് ഓൺ ദാറ്റ് ഏരിയ. ആൻഡ് ഐ എം ഹിയർ, ഐ എം ഹാപ്പിലി ഹിയർ ഗൈസ്. സി, ട്രസ്റ്റ് മീ ഗൈസ്, ഐ എം ഹാപ്പിലി ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ, സോ ഞാൻ കഴിയുന്നത് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് തരാൻ ശ്രമിക്കുന്നതാണ്. ബിക്കോസ് ഐ റിയലി വോണ്ട് സീ യുവർ ഗ്രോത്ത്. ഓക്കെ, സോ മെസ്സേജ് മീ, സോ കമൻറ്റ് മീ. എത്ര ആളുകൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യും ഈ ഒരു കാര്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അല്ലേ? സോ ഇറ്റ്സ് നോട്ട് ഫോർ യു ആൻഡ് മീ, ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? സോ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അത്. ബിക്കോസ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസിലൂടെയും ഒരുപാട് എയിംസിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ്, ഫോക്കസ് ഓൺലി ഓൺ യുവർ സെൽഫ്. ഈ ഒരു 2 months ടൈം ഓരോ ദിവസവും നിങ്ങൾ അത്ര പ്രഷ്യസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നത് സമീപ ഭാവിയിൽ നിങ്ങൾ ആരായി തീരും. ഇവിടെ 3 candles നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് ക്യാൻഡിലിനോടാണോ നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി ഒരു കണക്ഷൻ തോന്നുന്നത്, സെലക്ട് ഇറ്റ്, സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. So select your group, then we can start. All right, let's start with group number 1. Hey, group number 1, സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും? Who will be you in the nearest future? സമീപ ഭാവിയിൽ നിങ്ങൾ ആരായി തീരും? Let's see. Group number 1. സോ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിന് നിങ്ങൾക്കുള്ള മെസ്സേജ്? നിങ്ങൾ ക്രിയേറ്റർ ആവുകയാണ്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്, നിങ്ങളുടെ ചില പവർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്, ഡിസ്കവർ ചെയ്യാണ്, കണക്ട് ചെയ്യാണ്, അത് പ്രയോഗിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഓരോ കഴിവ് നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കണം, പക്ഷേ അതൊക്കെ കണ്ടുപിടിക്കുക, അതിൽ വർക്ക് ചെയ്യുക, അത് ഷാർപ്പൻ ചെയ്യുക എന്ന് പറയുന്നതാണ് വളരെ മാറ്റർ ആയിട്ടുള്ളൊരു കാര്യം. സോ നിങ്ങൾ നിങ്ങളുടെ പവർ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓൾറൈറ്റ്, അത് സൈക്കിക്കലായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള ചില പവർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതായത് മനഃശാസ്ത്രം കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അത്
വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു വലിയൊരു പാറ്റേൺ. നിങ്ങൾ സമീപ ഭാവിയിൽ നിങ്ങളൊരു നാച്ചുറൽ ഹീലർ ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ബിക്കോസ് നിങ്ങളുടെ സിറ്റുവേഷൻസിന് വേണ്ട പ്രതിവിധി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് യൂസിങ് യുവർ ഓൺ പവർ. ഓക്കെ, മറ്റാരുടെ ഹെൽപ്പും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവായിരിക്കാം. ഓക്കെ, സോ ചില സിറ്റുവേഷൻ ഒരു ഇൻസ്പയറിംഗ് തോട്ട്. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഹിഡൻ ടാലൻസ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പാഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു പവർ, മെയിൻലി ആ ഒരു പവറാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ കുറെ കൂടെ നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ട്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ കുറച്ചുകൂടെ ഐസൊലേറ്റ് ആയിട്ടിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു സോളിറ്റ്യൂഡ് മോഡിലേക്ക് വരിക. ബിക്കോസ് നിങ്ങൾ മനഃപൂർവ്വം വരിക എന്നുള്ളതല്ല, നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യത്തിൽ ഈവൻ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് ശ്രദ്ധിക്കുന്നത് കുറവായിരിക്കാം. ചില കാര്യങ്ങൾ വാട്ട് ഐ ക്യാൻ ഹിയർ ഇസ് ഗ്രിപ്പ് നമ്പർ 1. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും, അതായത് വലിയ ബഹളം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ സൈലന്റ് ആയിട്ട് സിറ്റുവേഷൻസ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രിപ്പ് നമ്പർ 1. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാറ്റേണിലും നിങ്ങൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഐ എം നോട്ട് ടെല്ലിങ് നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളതല്ല. നിങ്ങളുടെ ചില ഹീൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. പാസ്റ്റിൽ നിങ്ങൾ പോയിട്ടുള്ള ചില ഇമോഷണൽ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ, അതിന്നൊക്കെ ഒരു ഡിറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയിൽ, ആ ഒരു നെർവ് സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്. സോ അത് പ്രോബബ്ലി ഈവൻ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. അത് പ്രോബബ്ലി ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന എനർജിയാണ് നിങ്ങൾ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ എനർജിയിൽ ഒരുപാട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഒരു തിങ്കിങ് പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം കൊണ്ടുവരാൻ കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സമീപ ഭാവിയിൽ നിങ്ങൾക്ക് അതാണ്, നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ തോട്ട്സിൽ ഒരു ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്, വൈഡ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലിമിറ്റിംഗ് ചിന്താഗതി ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തൊക്കെയായിരിക്കാം? എന്നെക്കൊണ്ട് സാധിക്കില്ല, എനിക്ക് ഇത്രേ സാധിക്കുള്ളൂ, ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻസ് ആണ്. സോ അവിടെ ഒരു ബ്രേക്ക് വരുന്ന സമയത്ത്, അവിടെ ഒരു ഫ്രീഡം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഫ്രീഡമാണ് അവിടെ കിട്ടുന്നത്, അല്ലെ? നിങ്ങൾ കൂടുതൽ സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യാണ്, ആക്ഷൻസ് കൊണ്ടുവരികയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലത്തെ മാറ്റങ്ങളാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ കരിയറിലായിരിക്കാം. ഓക്കെ, സോ ആ ഒരു തോട്ട് പ്രോസസ്സിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ കുറെ കൂടെ അതായത് മെയിൻലി ലൈക്ക് നിങ്ങളുടെ ബ്രെയിൻ ഇത്ര കാലമായിട്ട് എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്തിട്ടുള്ളത്, അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വേണം എന്നുള്ളൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ പുതിയ ഇൻസൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, പുതിയ ഐഡിയാസ്, പുതിയ തോട്ട്സ്. അതായത് ചില കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങളുടെ ഒരു അത്ര കാലത്തെ ഒരു നെർവ് സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരാൻ ആ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് അഗെയിൻ നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് അത്ര ഇഷ്ടത്തോടു കൂടെ ചെയ്യാൻ, എൻഗേജ്ഡ് ആവാൻ ഒരു കാര്യം കണക്ട് ആവുന്നുണ്ട്, ഒരു കാര്യത്തിന്റെ ഒരു ഫിസിക്കൽ ഫോം നിങ്ങളുടെ ലൈഫിൽ അപ്പിയർ ആവുന്നുണ്ട്. ഓക്കെ, സോ അത് പ്രോബബ്ലി ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു എംപ്റ്റിനെസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾക്കൊരു റൈറ്റ് പേഴ്സൺ ഉണ്ടാവും. സോ ഇത് പ്രോബബ്ലി നിങ്ങളെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. അഗൈൻ ഇവിടെ നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഈവൻ അത് പഴയ ആളാണെന്നുണ്ടെങ്കിൽ പോലും അതേ രീതിയിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ, പണ്ടത്തെ അതേ രീതിയിൽ തന്നെയാണ് സിറ്റുവേഷൻ പോകുന്നതെങ്കിൽ ഡോണ്ട് എൻകറേജ് ദം.
ഓക്കെ. ബിക്കോസ് നിങ്ങൾ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. സോ എനിക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ചില ഫിസിക്കൽ ഫോം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രോബബ്ലി നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ. സി നമ്മൾ ചില സമയത്ത് നമ്മൾ വളരെ ഇൻസെക്യൂർ ആവുന്നത്, നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ പിറകിലാണെന്ന് തോന്നുന്ന ഒരു സമയത്താണ് അല്ലെ. ബട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് തരുന്ന, നിങ്ങൾക്കൊരു ഹെൽത്തി ഇമോഷൻസ് തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി തരുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി സെറ്റിൽ ആയിട്ടുള്ള ഒരു ഇമോഷൻസ് തരുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ. സോ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് അതുവരെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നമ്മൾ ഒന്നും അല്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ചില കാര്യങ്ങളോട് ആവശ്യമില്ലാത്തൊരു അറ്റാച്ച്മെന്റ് തോന്നുക. നമ്മൾ വെറുതെ ആ ഒരു കാര്യം പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്ന സമയത്ത് നമുക്കറിയാം ഓക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുള്ളത് എന്നുള്ളത്. റൈറ്റ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു കാര്യത്തിന്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കൽ ഫോമിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് ജോബും ആയിരിക്കാം. ഓക്കെ. ചില ആളുകൾ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു പാഷൻ ആയിരിക്കാം. ഓക്കെ. എന്തെങ്കിലും ഒരു പാഷൻ ഉള്ള ആളുകളാണോ നിങ്ങളെങ്കിൽ, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മീഡിയ ആയിട്ടായിരിക്കാം. റൈറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ എന്തൊരു ടാലന്റ് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു പാഷനായിട്ടോ നിങ്ങളൊരു ജോബിലേക്കോ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് ക്ലിക്ക് ആവുന്നുണ്ട്. ഗൈസ് ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. സോ ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ കമോൺ, അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് ഒന്നും ഇല്ലാത്തൊരു സമയത്താണ് നമുക്ക് ഈവൻ റോങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, സിറ്റുവേഷൻ ആണ്, ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെന്ന് തോന്നുന്നത്. ഓക്കെ. സോ നിങ്ങൾ ആ ഒരു ഇൻഡിപെൻഡൻസിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ഈ ഒരു സമയത്ത് ശ്രമിക്കേണ്ടത്. ഓൾറൈറ്റ്. ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾ നിങ്ങളുടെ ഒരു ഇല്യൂഷന് എണീക്കുകയാണ്, നിങ്ങളുടെ ഒരു ഫാൻറ്റസിന്ന് എണീക്കുകയാണ് ആൻഡ് റിയാലിറ്റിയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാണ്. ഓക്കെ. അതാണ് നിങ്ങളുടെ ഒരു സാങ്കല്പിക ലോകം നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ചിലത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫാൻറ്റസി മാത്രമാണ്. അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. എസ്പെഷ്യലി നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ചില തോട്ട്സ് നിങ്ങൾ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ചില തോട്ട്സ് ഇതുപോലെ ആയിരിക്കാം. റൈറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ, നമുക്കറിയില്ല അത് തെറ്റോ ശരിയോ, അല്ലെങ്കിൽ അത് എത്രമാത്രം നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. ബട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ട് എത്രമാത്രം നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യാണ്. ആൻഡ് അവിടെ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ തോട്ട്സ് നിന്ന് ഡിസ്റ്റൻസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ട്സ് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ക്ലിയർ ആവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു ഫ്രീഡം ഉണ്ടാവുന്നത്. നിങ്ങളുടെ തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ആ ഒരു നെർവ് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ ഇത് പ്രോബബ്ലി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ എൻറ്റയർ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഫ്രീഡം ചേഞ്ചസ്, ആ ഒരു ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ആവുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലാക്കുക എന്നുള്ളതല്ല. ഓക്കെ. സോ അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ക്രേവ് ഉണ്ടാവുന്നത്. ഓക്കെ. ബിക്കോസ് നിങ്ങൾ കൂടുതൽ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ കുറച്ചുകൂടെ റിസീവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആവുന്നുണ്ട്. സോ നിങ്ങൾ പുതിയ തോട്ട്സ് റിസീവ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്. പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ. എനിക്ക് ഹാർട്ട് ചക്ര നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നാനും അത് അട്രാക്ട് ചെയ്യാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ അഗെയിൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നാച്ചുറലി ഹീൽഡ് ആയി പോകുന്നുണ്ട്. ഓക്കെ.
സോ ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സഡൻലി നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ഒരു അവയർനെസ് ഉണ്ടാവുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഷാഡോ വർക്ക് അവിടെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ ചില ആക്ഷൻസ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ തന്നെ ചില ആക്ഷൻസ്, നിങ്ങളുടെ തന്നെ ചില തോട്ട്സ്, ഫീലിങ്സ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത് സഡൻ ആയിട്ട് നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് പ്രോബബ്ലി നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങളത് അവെയർ ആവുന്നുണ്ട് ചില കാര്യങ്ങൾ ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട്. ഗ്രൂപ്പ് നമ്പർ 1, സമീപ ഭാവിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും, ആരായിരിക്കും, എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. തേർഡ് ഐ ചക്ര. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളൊരു സ്പിരിച്വൽ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ മെഡിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ തോട്ട്സ് ഒബ്സർവ് ചെയ്യുക. ഹെൽപ്പ് യുവർ സെൽഫ് ടു ഇംപ്രൂവ് യുവർ നെർവ് സിസ്റ്റം. ഓക്കെ, ബിക്കോസ് അതാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചേഞ്ചസ് എന്ന് പറയുന്നത്. ചില പാറ്റേൺ, ചില തിങ്കിങ് പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ പ്രോബബ്ലി നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാനും, നിങ്ങളെ സൈക്കിക്കലി കൂടുതൽ കണക്ട് ചെയ്യാനും കൂടെ, അത് സ്പിരിച്വലി കൂടുതൽ കണക്ട് ചെയ്യാനും കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില ഹിഡൻ ആയിട്ട് കിടന്നിട്ടുള്ള, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അതുവരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻലി ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സ്പിരിച്വൽ സ്ട്രെങ്ത്. ഓക്കെ, സ്പിരിച്വൽ സ്ട്രെങ്ത്തിൽ നിങ്ങൾ മെന്റൽ സ്ട്രെങ്ത്, ഇമോഷണൽ സ്ട്രെങ്ത്, എനർജറ്റിക്കൽ സ്ട്രെങ്ത്, ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ അവിടെ സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ചില റിയലൈസേഷൻ, അവെയർനെസ് ആണ് ഗ്രൂപ്പ് നമ്പർ 1. കമോൺ, റിലേറ്റ് ചെയ്യുക സച്ച് എ പവർഫുൾ റീഡിങ്. ഓക്കെ, സോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഐഡിയാസ്, എഗെയിൻ നിങ്ങളുടെ ആ ഒരു ക്രൗൺ ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് ചില മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അവിടെ എന്തോ കാര്യം ഹൈലി ആക്ടിവേറ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ബുദ്ധി വളരെ ഷാർപ്പായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ബുദ്ധി, കഴിവ്, ഇതൊക്കെ നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ചില മാറ്റങ്ങളാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഗ്രേറ്റ് അവെയർനെസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള മിക്ക ആളുകളും നിങ്ങൾ സ്വയം, അതായത് നിങ്ങളുടെ ചില ടാലന്റ് ആയിരിക്കാം നിങ്ങളെ ഒരുപാട് ഫൈനാൻഷ്യൽ ഫ്രീഡം കൊണ്ടുവരുത്തുന്നതും ഓർ നിങ്ങൾക്ക് ഒരുപാട് പ്രശസ്തി കൊണ്ടുവരുന്നതും. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. സോ പ്രോബബ്ലി നിങ്ങൾ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളതോ, സൈക്കാട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ, ഓർ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കൂടുതലൊരു താല്പര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ. അത് നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയി പഠിക്കുന്നത് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് അവിടെ നാച്ചുറലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് അറിവുകൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ തരുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. എന്താണോ നിങ്ങളെ ഒരു പ്ലേസിൽ സ്റ്റക്കാക്കി നിർത്തിയിട്ടുള്ളത്, അത് ചില കാര്യത്തിനോടുള്ള ആഗ്രഹമോ ചില ആളുകളോടുള്ള ഒരു വലിയൊരു അറ്റാച്ച്മെന്റോ ആയിരിക്കാം നിങ്ങളെ ഒരു പ്ലേസിൽ തന്നെ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഒരേ ഒരു മെന്റൽ ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. റൈറ്റ്, കമന്റ് ബിലോ നിങ്ങൾ എത്ര ആളുകൾ ചില തോട്ട്സിൽ, ചില ആളുകളുടെ തോട്ട്സിൽ, ചില റിലേഷൻഷിപ്പ് തോട്ട്സിൽ വർഷങ്ങളായി ഒരു ഫാന്റസി വേൾഡിൽ എന്ന പോലെ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. തിങ്കിങ് ദാറ്റ് എന്തോ ഒരു മിറാക്കിൾ അവിടെ സംഭവിക്കുമെന്നും വിചാരിച്ചിട്ട്. റൈറ്റ്, ആൻഡ് ഫൈനലി നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം ബ്രേക്ക് ചെയ്യാണ്. നിങ്ങൾ റിയാലിറ്റിയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഓക്കെ ലൈക്ക് ആ ഒരു ലെസൺസ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, റിലേറ്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 2, സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്നും നിങ്ങൾക്കുള്ള മെസ്സേജ്? ആരായിരിക്കും, എന്തായിരിക്കും, എങ്ങനത്തെ മാറ്റങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്? ഓക്കെ, സോ നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ
നിങ്ങളുടെ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ ഹ്യൂമൻസ് ആണ്, വി ഓൾ മേക്ക് മിസ്റ്റേക്സ്. അങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യേണ്ടതും, അല്ലേ? സോ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ചില മിസ്റ്റേക്സ് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങളുടെ ആക്ഷനിൽ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഒരു തെറ്റ് മനസ്സിലാക്കി അത് ചേഞ്ച് ചെയ്യുക, ആ ഒരു സെൽഫ് ഓഡിറ്റ് നടത്തുക എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അനലൈസ് ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, സോ സെൽഫായിട്ട് അങ്ങനെ ക്ലെൻസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഒരു അടുക്കും ചിട്ടയും ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ തോട്ട്സിൽ, നിങ്ങളുടെ എനർജിയിൽ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില സിറ്റുവേഷനിലേക്ക് എൻഗേജ്ഡ് ആവുന്നുണ്ട്, ബാലൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ലൈഫിൽ തന്നെ കാര്യങ്ങളൊന്നും ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് ആ ഒരു കാര്യം, അതായത് നമ്മുടെ ബേർഡൻസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു റിലീഫാണ്, അല്ലേ? നമ്മളുടെ വീട് അടുക്കി പെറുക്കി വെക്കുന്ന സമയത്ത് വലിയൊരു സന്തോഷമാണ് ആ കാര്യങ്ങൾ കാണുന്ന സമയത്ത്. നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഫാറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മളൊരു ഒന്ന് ഫിറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വലിയൊരു സന്തോഷമാണ് അത് കാണുന്ന സമയത്ത്, റൈറ്റ്? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചില തോട്ട്സിലും നിങ്ങളുടെ ഒരു ശീലങ്ങളിലൊക്കെ ഇതുപോലത്തെ മാറ്റങ്ങൾ, നിങ്ങളുടെ ചില അഡിക്ഷനിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ, ഇത് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, സോ പല പ്ലേസിലും എങ്ങനെ ബൗണ്ടറി വെക്കണം എന്നുള്ളത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. വാട്ട് ഇഫ് നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നതെങ്കിൽ എവിടെ ബൗണ്ടറി വെക്കണം, എങ്ങനത്തെ ഒരു പ്ലേസിൽ നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക, നിങ്ങൾക്ക് വേണ്ടി ആ ഒരു സ്പേസ് കൊടുക്കുക, മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ചില കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നില്ല. ഓക്കെ, ഈവൻ നിങ്ങളുടെ അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളത് ഓൾ ഓഫ് സഡൻ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളത് നിങ്ങളിലേക്ക് എൻ്റർടൈൻ ചെയ്യുന്നില്ല. സോ ചില കാര്യങ്ങൾ നിങ്ങൾ സ്ലൈറ്റ്ലി സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു നല്ലൊരു ലിമിറ്റേഷൻ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒരു ബാലൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഗ്രാജുവലി നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ചില കാര്യങ്ങൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. ആൻഡ് അഗെയിൻ ആളുകളിലേക്ക് വരുന്ന സമയത്തും ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ചില കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നില്ല. സോ അത് പ്രോബബ്ലി അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് ഒരു മനുഷ്യൻ വരുന്ന സമയത്താണ് ആ വ്യക്തി വളരെ അട്രാക്റ്റീവ് ആയിട്ട് കാണപ്പെടുക, വളരെ ഒരു ഡിമാൻഡ് ആവുക ആ വ്യക്തിയുടെ ക്വാളിറ്റീസ്. ഓക്കെ, എപ്പോഴും അവൈലബിൾ ആണ്, എപ്പോഴും ഒരു പ്ലേസിൽ പോയി നിൽക്കുക, ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുക, എപ്പോഴും പ്ലീസ് ചെയ്യുക. ഇതൊന്നും ഒരു വ്യക്തിയെ അട്രാക്റ്റീവ് ആക്കുന്ന ക്വാളിറ്റീസ് അല്ല. ഓക്കെ, സോ ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ എവിടെ ചില ആളുകളെ നിർത്തണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അങ്ങനത്തെ ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ സമീപ ഭാവിയിൽ നിങ്ങൾ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എത്തിക്കാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് അത്ര ഈസി ആയിട്ടുള്ള ജോബ് എന്നുള്ളതല്ല. ബിക്കോസ് നിങ്ങളുടെ ചില ആളുകൾക്ക് നിങ്ങൾ ഒരുപാട് വർഷത്തൊരു ശീലമാണ്, അല്ലെങ്കിൽ ഒരുപാട് വർഷത്തൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അത് ചില ആളുകൾക്ക് മിസ്റ്റേക്ക് തന്നെയാണ്. ഓക്കെ, കുറെ കാലത്തൊരു തെറ്റ് നിങ്ങൾ തിരുത്താൻ പോവാണ്, അത് നിങ്ങളെന്ന വ്യക്തിയെ ഒരുപാട് മാറ്റം കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങളത് റിയലി നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അത്ര ഹാർഡ് വർക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്നും നിങ്ങൾക്കുള്ള മെസ്സേജ്? ഒരു സെൽഫ് അവയർനെസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും ഗ്രേറ്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഏത് വ്യക്തിയും ഈ സമയത്ത് എവിടെ എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, അവർക്ക് അവരെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവുന്ന സമയത്താണ് അവർ ഗ്രോ ചെയ്യാൻ തുടങ്ങുക, അവർ ഇവോൾവ് ആവാൻ തുടങ്ങുക. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വലിയൊരു ചാപ്റ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നമ്മൾ എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങൾ കുറച്ചുകൂടെ സർവീസ് മോഡിലേക്കായിരിക്കാൻ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പ്രൊഫഷൻ വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഏത് പ്രൊഫഷനിൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നാച്ചുറലി നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക്, സൊസൈറ്റി, പല കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു സർവീസ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം.
ഓക്കെ. സോ സർവീസ് എന്ന് പറയുന്നത് പ്രൊഫഷണലി വരുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം? ഡോക്ടേഴ്സ് ആയിരിക്കാം, ഹീലിംഗ് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, സൈക്കിക് മീഡിയം ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, ആനിമൽസ് അതിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആനിമൽസ് പെറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, റിലേറ്റ് ചെയ്യുക. സോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില ക്വാളിറ്റീസും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു കൈൻഡ്നെസ്, എംപതി നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് അത് കാണിക്കുന്നുണ്ട്. എംപതി, സിമ്പതി. ഓക്കെ, മേ ബി അതൊക്കെ ഇപ്പോഴായിരിക്കാം നിങ്ങളത് കൂടുതൽ അവെയർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതായിരിക്കാം നിങ്ങളുടെ സ്വഭാവത്തിലും അതുപോലത്തെ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ബിക്കോസ് നിങ്ങൾ മേ ബി ചില ആളുകളെങ്കിലും നിങ്ങൾ സറൗണ്ടഡ് ആയിട്ടുള്ളത് നിങ്ങളെ വളരെ കൺഫ്യൂസിങ് ആക്കുന്ന സിറ്റുവേഷനിലോ ആളുകളുടെ കൂടെയോ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ വന്നിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്, ചെറുപ്പത്തിലെ വളർന്ന് വന്നിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്, അവിടുന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ പല മിസ്റ്റേക്സിലൂടെയും പോകാനുള്ള ഒരു റീസൺ ആയിട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് അവരുടെ സോൾ എത്തിപ്പെടേണ്ട കാര്യങ്ങൾ, സോളിൻ്റെ ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം. ബട്ട് ആ ഒരു വ്യക്തി എവിടെയാണോ ജനിക്കുന്നത് അവിടെ ആരൊക്കെ ഉണ്ടോ അവരുടെ സ്വഭാവങ്ങളും അവരുടെ ശീലങ്ങളും അവരുടെ മിസ്റ്റേക്സും ഒക്കെ കണ്ടിട്ടാണ് ആ കുട്ടി വളരുന്നുണ്ടായിരിക്കുക, അല്ലെ? സോ പ്രോബബ്ലി ആ മിസ്റ്റേക്സും അത് കുട്ടിക്ക് വളരെ ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ അതിനത്ര തെറ്റായിട്ട് തോന്നില്ല. സോ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്താണ് അത് കൂടുതലൊന്ന് മനസ്സിലാക്കി വരിക, റൈറ്റ്? സോ നിങ്ങൾക്കത് തിരുത്താൻ കൂടെ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ വന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഏറ്റിട്ടുള്ള ചില കറകളൊക്കെ നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ ചില ആളുകൾ മേ ബി ലൈക്ക് ചെറുപ്പത്തിലെ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു നേച്ചർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അൺഅവൈലബിൾ ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് മേ ബി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? സോ എന്തൊക്കെ ഒരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആഘാതം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെ നിങ്ങളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ ഒരു കാര്യം ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ബെറ്റർ വേർഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓത്തന്റിക് സെൽഫിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഓത്തന്റിക് ലെവലിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതും നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാനും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ ഫോം ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിശ്വാസം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ വിശ്വാസം എന്ന് പറയുന്നത് അത് മേ ബി റിലീജിയസ് ആയിട്ടുള്ളതായിരിക്കാം. ഓർ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം കണക്ട് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ബിക്കോസ് നിങ്ങളുടെ വിശ്വാസത്തിലൊക്കെ ചില മാറ്റങ്ങളും വരുന്നതായിരിക്കാം. ഓക്കെ, അതുവരെ ജനിച്ചു വളർന്നിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലാണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ ചില വിശ്വാസങ്ങൾ, ചില കാര്യത്തിനോടുള്ള വിശ്വാസങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടിലൊക്കെ ഉള്ളൊരു മാറ്റങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ക്ലെൻസ് ചെയ്യാൻ കൂടെ സാധിക്കുന്നുണ്ടായിരിക്കുക, അല്ലെ? നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കുക, റൈറ്റ്? സോ അത് ബ്യൂട്ടിഫുള്ളി ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ആ ഒരു ഓൾഡർ വേർഷനോട് ബൈ പറഞ്ഞ് നിങ്ങളുടെ ഒരു ബെറ്റർ സെൽഫിലേക്ക് കണക്ട് ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, മേ ബി ലൈക്ക് കുറച്ച് സമയമായിട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആ ഒരു ഓൾഡ് ഐഡന്റിറ്റിന്ന് പുറത്തേക്ക് വരാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരു ലൈഫ് ഹാബിറ്റ്സ്, റൈറ്റ്? ലൈഫ് സ്റ്റൈൽ ഒരുപാട് നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ എവിടെ കിടക്കുന്നു, എവിടെ ഇരിക്കുന്നു, എവിടെ ജീവിക്കുന്നു, ആ പ്ലേസിൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ആയതുപോലെ, ഒന്ന് അപ്ലിഫ്റ്റ് ആയതുപോലത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതായത് അതുവരെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ ഒരു തട്ടുന്ന് നിങ്ങളൊന്ന് മേലോട്ട് വന്നതുപോലെ, അത് നിങ്ങളുടെ അറിവ് കൊണ്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഗുണം, ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ചിന്താഗതിയാണ്. ഓക്കെ, സോ ചില ആളുകൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ആളായിരിക്കാം. ഈവൻ നമ്മൾ എത്ര വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്തും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമുക്ക് നമ്മളുടെ മേലെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് ഫൊഗീവ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്തോ, ബട്ട് നിങ്ങൾക്ക് നിങ്ങളടുത്ത് ഫൊഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അയ്യോ ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തു പോയി, ഞാൻ ഇങ്ങനെയായിരുന്നു, എൻ്റെ ഫാമിലി ഇങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്ക് ഫൊഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
സോ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുന്നുണ്ട്, ചില ആളുകളെ നിങ്ങൾ വിട്ട് കളയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് പിടിച്ചു വെക്കാൻ നോക്കിയിട്ടുള്ളതോ നിങ്ങൾ ഒരുപാട് പിടിച്ചു വെക്കാൻ നോക്കിയിട്ടുള്ളതോ ആയിട്ടുള്ള ചില ആളുകൾ നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ ലൈഫിന്റെ ചില ഇൻസ്റ്റെഡ് ഓഫ് ഒരു പ്ലേസിൽ തന്നെ സ്റ്റക്ക് ആവുന്നതിന് പകരം പുതിയ മാറ്റത്തിലേക്ക് വരാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരേ ആളുകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിന് പകരം പുതിയ പ്ലേസിലേക്ക് വരാൻ നിങ്ങൾ ആ ഒരു മാറ്റം എന്നുള്ളത് വലിയൊരു കറേജാണ് അല്ലെ. ആ ഒരു ധൈര്യം നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ആ ഒരു ഫേസിലാണ് നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, ചില കാര്യത്തിനോട് നിങ്ങൾ ഇമോഷണലി വിഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളെ മാറ്റുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ പല കാര്യത്തിലും നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഉണ്ടാവുന്നതിൻ്റെ ഒക്കെ റീസൺ അതാണ്. നിങ്ങൾ ഒന്നിലും ഹോൾഡ് ചെയ്ത് നിൽക്കുന്നില്ല. നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലി എടുക്കുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടെ യുക്തിയോട് കൂടിയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഗ്രേറ്റ് പ്രൊട്ടക്ഷൻ കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. റൈറ്റ്, സോ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തന്നെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുക. നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള ഫേസുകൾ ആയിക്കൊള്ളണമെന്നില്ല നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ അത് ഈവൻ ലൈക്ക് നിങ്ങൾ കൺട്രി ചേഞ്ച് ആവുന്നതും ആയിരിക്കാം. ഓക്കെ, വേറെ പ്ലേസിലേക്കോ വേറെ രാജ്യത്തിലേക്കോ ഒക്കെ പോകേണ്ടതായിട്ടുണ്ടായിരിക്കണം. ആൻഡ് നിങ്ങൾ ഇതുവരെ കാണുന്ന ഫേസ് അല്ല നിങ്ങൾ ഇനി കാണാൻ പോവാന്ന് പറയുന്നത്. അവിടെ വേറെ ഭാഷ സംസാരിക്കുന്ന പ്ലേസിലേക്ക് നിങ്ങൾ ചെന്നെത്തുന്നതോ വേറെ കളർ സ്കിൻ ടോൺ ഉള്ള ആളുകളുള്ള സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ പോകുന്നതായിരിക്കാം. വെസ്റ്റേൺ കൺട്രി പോലത്തെ പ്ലേസിൽ നിങ്ങൾ പോയി ജീവിക്കുന്നതായിരിക്കാം. ഓർ ആഫ്രിക്ക പോലത്തെ പ്ലേസിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. റൈറ്റ്, സോ അവിടെയൊക്കെ ഡിഫറെൻറ്റ് സ്കിൻ ടോണും ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഒക്കെ പറയുന്ന ആളുകളാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ നിന്ന് മാറിയിട്ട് വേറെ പ്ലേസിലേക്കൊക്കെ നിങ്ങൾ മാറി പോകാനുള്ളൊരു സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കുന്നില്ല. എസ്പെഷ്യലി ആളുകൾ ഇമോഷൻസ് നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്തതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളത് വളരെ നല്ല രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നാച്ചുറലി ഫെയ്ഡ് ആയി പോകുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ചില ആളുകളോടുള്ള ഇഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചില മിസ്റ്റേക്സ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. മിസ്റ്റേക്ക് എന്നുള്ളതല്ല, ചിലത് നമ്മൾ വന്നു പോകേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻ ആണ് അല്ലെ. ചില പ്ലേസിലേക്ക് വരിക, ചില ആളുകളെ മീറ്റ് ചെയ്യുക, അവരുടെ കൂടെയുള്ള ഒരു പേർപ്പസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. റൈറ്റ്, ബിക്കോസ് ഓരോ സിറ്റുവേഷനിലും നമ്മൾ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യത്തിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. സോ നമ്മൾ ചില പ്ലേസിലേക്ക് വന്നു പെട്ടു, ബട്ട് അവിടെ പിന്നെയും നമ്മൾ ആ ഒരു ടൈമിന് അധികം നമ്മൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്തൊരു മിസ്റ്റേക്കിലേക്ക് പോവുമായിരിക്കാം. റൈറ്റ്, നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം അത്. എവിടെ നമ്മൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാൻ പാടില്ല, അവിടെ കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരു കൈൻഡ് ഓഫ് മിസ്റ്റേക്ക് തന്നെയാണ്. നമ്മളോട് തന്നെ ചെയ്യുന്ന തെറ്റാണത് അല്ലേ. സോ ഇങ്ങനത്തെ ചില തിരിച്ചറിവായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടായിരിക്കാം ചില ആളുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സേഫ് ബൗണ്ടറി വെക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആൻഡ് അഗെയിൻ അത് നിങ്ങൾ ആ ഒരു വിഷമത്തിലോ ഒന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത്, വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ലൈഫിന്റെ കുറച്ചുകൂടി ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ലൈഫ് അപ്ലിഫ്റ്റ് ആയിട്ട് ഉള്ളതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ആ ഒരു കറേജ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വിസിബിൾ ആയിട്ടുള്ള മാറ്റമാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യത്തിലേക്ക് വരാൻ തോന്നുന്നത്. അല്ലെങ്കിൽ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരേണ്ട ഒരു ടൈം ആയിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഈ ഒരു സ്റ്റേജിൽ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രൊട്ടക്ടർ ആയിട്ടൊക്കെ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. പ്രൊട്ടക്ട് ചെയ്യാം, ഓക്കെ, സപ്പോർട്ട് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 2 ഇത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കുക. ചില ആളുകളെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത്, ചില ആളുകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ വഴിക്ക് വിട്ടുകൊണ്ടാണ്, അവരെ ഇമോഷണലി അകറ്റി നിർത്തിയിട്ടാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ചില ആളുകളെടുത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സഹായം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കണം. റൈറ്റ്, ബട്ട് ഈ ഒരു അറ്റാച്ച്മെന്റ് കാരണം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ, നിങ്ങൾ വിട്ടുകളയാൻ പാടുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം. ബട്ട് ചില ആളുകളോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സത്യസന്ധത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചില ആളുകളോട് നിങ്ങൾ കാണിക്കുന്നത് അവരെ
ഇമോഷണലി വിഡ്രോ ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഓക്കെ, മാറ്റി നിർത്തുക. അല്ലെങ്കിൽ അവരുടെ വഴിക്ക്, ഈവൻ ഈ ഒരു സമയത്ത് അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ വഴിക്ക് വിട്ട് കളയുക. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ആളുകള് നിങ്ങളുടെ വഴിക്ക് നേരെ തടസ്സമായിട്ട് നിൽക്കാനുള്ളൊരു സാധ്യത കുറവാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ലൈക്ക് ചില കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വിഷമാവോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതും പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാത്തതും, അല്ലെ? സോ നിങ്ങൾക്കത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് കൂടെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില പ്ലേസിൽ നിന്ന് നിങ്ങളായിട്ട് തന്നെ ആയിരിക്കാം മാറി നിൽക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കും നമുക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളും കൺഫ്യൂസ്ഡ് ആവില്ല, നമ്മൾ അവരുടെ ഒരു സ്പേസിൽ ആവശ്യമില്ലാതെ നമ്മുടെ വില കളഞ്ഞ് നിൽക്കില്ല, അല്ലെ? സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം, എന്തോ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അത് എന്താന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. റൈറ്റ്? സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കേട്ടിട്ടാണോ എന്തൊക്കെ ആലോചിച്ചിട്ടാണോ ഒരു തലവേദന ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആ ഒരു ഹെഡ് ഏക്ക് തരുന്നത്, സമീപ ഭാവിയിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരിക്കില്ല. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ട്രസ്റ്റ് മീ ഗൈസ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, വളരെ ശാന്തമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഗ്രൂപ്പ് നമ്പർ 2. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും? നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്നും നിങ്ങൾക്കുള്ള മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും? ഓക്കെ, ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് ആളുകളുടെ ദൃഷ്ടി നിങ്ങൾക്ക് ഉണ്ടാവും. ദൃഷ്ടി എന്ന് പറയുന്നത് ആളുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരുപാട് ഒരു ക്രൗഡ് നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിരിക്കാം. എസ്പെഷ്യലി ഗായ്സ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാഷൻ കഴിവൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കമോൺ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, അതിലേക്ക് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് വരിക. ഓക്കെ, ബിക്കോസ് അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ്. ഓക്കെ, സോ ആ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് മേ ബി നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനത്തെ ഒരു കഴിവുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഡോണ്ട് സ്റ്റോപ്പ്. ഇനി അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ക്രേവ് ഉണ്ട്, ബട്ട് പ്രോബബ്ലി നിങ്ങൾക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ആളുകളിലേക്ക് കണക്ട് ചെയ്യണം, എനിക്ക് ആ ഒരു ഫെയിം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ബട്ട് എന്താണ് എൻ്റെ ഒരു ഇന്നർ ടാലൻറ്റ് എന്നുള്ളത് നിങ്ങൾ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ടെൽ യുവർ സെൽഫ് ഐ ആം ഡൂയിങ് മൈ ഹയസ്റ്റ് സോൾ പേർപ്പസ്. ഈ ഒരു ഒറ്റ കാര്യം നിങ്ങളുടെ എൻറ്റയർ ലൈഫ് ചേഞ്ച് ആവും. കമോൺ ഗ്രൂപ്പ് നമ്പർ 3, repeat after me. I am doing my highest soul purpose. My thoughts, my action, my energy, my feelings are aligning with my higher self. These are such a powerful affirmation. Okay, സോ എസ്പെഷ്യലി ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു യൂണിക്നെസ് പുറത്തേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ ഒരു ടാലൻറ്റ്, നിങ്ങളുടെ ഒരു നേച്ചർ. ഓക്കെ, സോ യൂണിക് നേച്ചർ ഉണ്ടാവും ചില ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റേഴ്സ്, നിങ്ങളുടെ ദ വേ ഓഫ് ടോക്കിംഗ് ഒക്കെ ഒരു പ്രത്യേകത ഉള്ള ഒരു കാര്യമൊക്കെ ആയിരിക്കാം, അല്ലെ? നിങ്ങളുടെ ലുക്ക്. ഓക്കെ, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേജർ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ലൈഫിലും ആയിരിക്കാം, ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യേണ്ട ചില സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. Exactly, group number 3. Come on, see എവിടേക്കോ നിങ്ങൾക്കൊരു ഡീപ്പ് ഒരു ഹയസ്റ്റ് ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, സോൾ ഫ്രീഡം. ഓക്കെ, സി ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 ഈ സമയത്ത് നിങ്ങൾ അഫേം ചെയ്യേണ്ട കാര്യം I am connecting to my higher soul purpose. I am working on job that following my highest soul purpose. My thoughts, my feelings, my energy, my emotions are aligning with my higher soul purpose. Right? സോ ഇൻ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ ചില ആളുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും നിങ്ങളുടെ പേർപ്പസിലേക്ക് വരുന്ന സമയത്താണ്. ചില ആളുകൾ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നതും നിങ്ങൾക്ക് ആ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റമാണ്. ഓക്കെ, പ്രഗ്നൻസി ആയിരിക്കാം, മാരേജ് ആയിരിക്കാം ചില ആളുകൾക്ക്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ചേഞ്ച് ആയിരിക്കാം, വലിയൊരു അനുഭവം ആയിരിക്കാം.
നിയറസ്റ്റ് ഫ്യൂച്ചറിൽ. വാട്ട് ഇഫ് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരികയാണ് ആൻഡ് they know exactly how to treat yourself or how to awaken your feminine or masculine energy within you. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അങ്ങനത്തെ ചില ക്വാളിറ്റീസ് ഓപ്പൺ ചെയ്യാൻ, ഇവോൾവ് ചെയ്യാൻ സഹായിക്കുന്ന അത്ര റിച്ച് ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളൊരു സ്ത്രീ ഒരു പുരുഷനാക്കി കാണിച്ചു തരുന്ന എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം. കമോൺ, ഗ്രൂപ്പ് നമ്പർ 3, എങ്ങനെ നിങ്ങളെ ഒരാൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിയാൻ പോവാണ്. ഓക്കെ, അത് ഈവൻ നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾ അവിടെ എന്ത് ഡിസേർവ് ചെയ്യുന്ന എന്നുള്ളത് നിങ്ങൾ അവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് അതാണ് പ്രോബബ്ലി നിങ്ങളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ അലോ ചെയ്യാണ്, നിങ്ങൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനൊക്കെ നിങ്ങളുടെ സോൾ, നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. എക്സാക്ട്ലി. ഓക്കെ, ഈവൻ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും, അതായത് ഒരു വ്യക്തി ഒരു സോൾ എന്നുള്ള രീതിയിൽ അതൊരു ഫ്രീ സോൾ ആവുകയാണ്, ഇൻഡിപെൻഡന്റ് ആവുകയാണ്. ഓക്കെ, ആ ഒരു സോളിറ്റ്യൂഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ അതാണ് ലൈക്ക് വലിയൊരു അട്രാക്ഷൻ നിങ്ങളെന്ന വ്യക്തിയിൽ ഉണ്ടാവുന്നത്. സോ കമോൺ ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പെർഫോം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ടൈം അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ആക്കുന്നത് പോലെയാണ്. ഓക്കെ, അതിനുള്ളൊരു ഫ്രീഡമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ വരുന്ന ടൈമിൽ നിങ്ങളുടെ ഒരു സ്ട്രഗിൾ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ബഗ് ചെയ്ത് നിൽക്കുന്നതും ഓക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അങ്ങനത്തെ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യാനും നിൽക്കാതിരിക്കുക, ചില പ്ലേസിൽ പ്രൂവ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. നിങ്ങളുടെ എഫേർട്ട് ആയിക്കോട്ടെ, വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, നിങ്ങളുടെ എഫേർട്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫീലിങ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്നേഹം ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ്റെ അടുത്ത് നിങ്ങളത് കൺവിൻസ് ചെയ്യാൻ നിൽക്കരുത്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങളുടെ ആക്ഷൻ ആണ് അത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ചില പ്ലേസിൽ നിങ്ങളുടെ ഒരു അനദർ 3 months ടൈം നിങ്ങളുടെ ഏറ്റവും ഗ്രേറ്റ് വെപ്പൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സൈലൻസ് ആണ്, നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു വെപ്പൺ എന്ന് പറയുന്നത്. പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക, നിങ്ങൾ എന്താണെന്നുള്ളത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക, നിങ്ങളുടെ സൈലൻസ് എന്ന് കാണിച്ചു കൊടുക്കുക. ഈ ഒരു ടൈം നിങ്ങൾ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു 3 months ടൈം, എക്സാക്ട്ലി 3 months ടൈം. ഗ്രൂപ്പ് നമ്പർ 3, നമ്പർ 6. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ അഗെയിൻ ഗ്രൂപ്പ് നമ്പർ 3 റൈറ്റ്. സോ ഒരു 3 months ടൈം നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക, അവിടെ ആക്ഷൻസ് കൊണ്ടുവരിക, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷനിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു ഫേസിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഒരു മാറ്റം, നിങ്ങളൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുക, നിങ്ങളുടെ പാഷൻ ഗ്രോ ചെയ്യുക, നിങ്ങളുടെ പേർപ്പസ് ഗ്രോ ചെയ്യുക, നിങ്ങൾ സോഷ്യലി ഒരുപാട് കണക്റ്റഡ് ആവുക, എസ്പെഷ്യലി സോഷ്യൽ മീഡിയാസ് ഒക്കെ, അതായത് നിങ്ങൾക്ക് ഒരുപാട് ക്യാമറ ആയി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയാസ്, നിങ്ങൾക്ക് ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ജോബിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇന്റർവ്യൂസ് ഒക്കെ കിട്ടുന്നതായിരിക്കാം, അവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ചില ആളുകൾക്ക് അത് മീഡിയ ആയിട്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂ കിട്ടുന്നതായിരിക്കാം. ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മീഡിയയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്ത് വരിക. ഓക്കെ, അഗൈൻ നിങ്ങളുടെ ഒരു മദർഹുഡിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, അമ്മ അച്ഛൻ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കാണിക്കാൻ പോവാണ്. ഒരു അമ്മ എന്നുള്ള രീതിയിലും, ഒരു അച്ഛൻ എന്നുള്ള രീതിയിലും, ഒരു ഭാര്യ എന്നുള്ള രീതിയിലും, ഒരു ഭർത്താവ് എന്നുള്ള രീതിയിലും നിങ്ങളുടെ ഏറ്റവും മികച്ച ക്വാളിറ്റീസ് നിങ്ങൾ അവിടെ കാണിക്കുകയാണ്, ഒരു വ്യക്തി എന്നുള്ള രീതിയിലും. ഓക്കെ, സോ പ്രഗ്നൻസി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, സോ എൻജോയ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഒരു പ്രഷർ, നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലൊരുപാട് പ്രഷർ കൊടുത്ത് ഒരുപാട് സീരിയസ് ആക്കി എടുക്കാതെ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ വളരെ എൻജോയ് ചെയ്യുക. നിങ്ങളൊരു ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഈവൻ അത് റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ പുതിയൊരു അനുഭവം ഉണ്ടാവുകയാണ്, നിങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അടുത്തൊരു ഇന്റർവ്യൂവിന് പോവുക. മാരേജ് പ്രപ്പോസൽ വരുന്ന സമയത്ത് അവിടെ റിജക്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോസസ്. ഓക്കെ, സോ അത് ഒരുപാട് പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല. ഈവൻ നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രീഡം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു നിയറസ്റ്റ് ഫ്യൂച്ചറിൽ എത്തുന്ന ഒരു പ്രോസസ്സാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കി എടുക്കുകയാണ് നിങ്ങൾ.
ജസ്റ്റ് ഇമാജിൻ നിങ്ങളൊരു വീട് പണിതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീടിന്റെ ഒരു സ്ട്രോങ് അടിത്തറ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ കുറച്ച് സമയമായിട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, സോ അവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ച് ആണ്. ഓക്കെ, സോ ഫൈനാൻഷ്യലി നല്ലൊരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ പൊസിഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങൾ റിച്ച് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് ഫൈനാൻഷ്യലി കൺസിഡർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഒന്നുകിൽ ആഫ്റ്റർ മാരേജ് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നല്ല ഒരു ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സന്റെ പാർട്ട്ണർ ആവുന്നതും ആയിരിക്കാം. ഓക്കെ, ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, അതായത് കല്യാണം കഴിയുന്നതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വെൽത്തി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു റിച്ച് ഫീലിങ്സ്, ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഇതുപോലെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്, ഒഫീഷ്യൽ കമ്മിറ്റ്മെന്റ്സിലേക്ക് വരാനുള്ള ഒരു സാധ്യത നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് സൈൻ. നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് അത് ഫൈനാൻഷ്യലി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കി നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, സോ ചില പ്ലേസ് നിങ്ങൾക്ക് ഒരു ലൈക്ക് ഓൾ ഓഫ് സഡൻ ഒരു ഡിസ്കണക്ട് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ട്. അത് പ്ലേസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അത്ര കാലത്ത് നിങ്ങളുടെ ചില ഇമോഷണൽ സിറ്റുവേഷനിലോടും ഓർ ചില കാര്യത്തിനോട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു താല്പര്യം കുറവായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും മികച്ച കാര്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഇഷ്ടമാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കറന്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല, നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് ചെയ്യുന്നത് ഒട്ടും സന്തോഷമല്ല, ബട്ട് നിങ്ങളത് യൂസ്ഡ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ അതൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും, ബട്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും അല്ലേ. അങ്ങനത്തെ പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ്ലി വിട്ട് കളഞ്ഞേക്കാം. ബിക്കോസ് ചില കാര്യങ്ങൾ ഈവൻ അത് നിങ്ങൾക്ക് ഒരുപാട് ബോർ അടിക്കുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ബോർ അടിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ഒരുപാട് ഡിസ്കണക്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യം, അവിടെ നിന്ന് നിങ്ങളെ കൊണ്ട് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കാം. അവിടെ നിന്നൊക്കെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഗ്രൂപ്പ് നമ്പർ 3, and again material and spiritual prosperity. Okay, so നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ അവിടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമല്ല, മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസും കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ എപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാവുക? നിങ്ങൾ സ്വയം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ്. നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു തോന്നലുകൾ നിങ്ങൾ ചിലത് നിങ്ങളുടെ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ മാത്രം എന്നുള്ളതല്ല, ഈ 3 കാര്യത്തിലാണ് നിങ്ങൾക്കൊരു ബാലൻസ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, നിങ്ങളെ കാണുന്ന രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു കൺഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ വീടുണ്ടാക്കുന്നുണ്ടായിരിക്കണം. ഗ്രൂപ്പ് നമ്പർ 3, ഓക്കെ, പുതിയ വീട്ടിലേക്ക് മാറുന്നുണ്ടായിരിക്കണം, പുതിയ വീട്ടിലേക്ക്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വീട്ടിലേക്ക് നിങ്ങൾ മാറുന്നുണ്ടായിരിക്കണം. ഓർ ചില ആളുകൾക്ക് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള പ്ലേസ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആഗ്രഹിച്ചിട്ടുള്ള ചില കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ടായിരിക്കണം. ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചർ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അഡ്വഞ്ചർ ആയിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, എയർ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, ഈവൻ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. എന്തോ ഒരു കാര്യം ഇതുപോലെ നിങ്ങൾ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ചില ഫീൽഡിലോട്ട്, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം തോന്നുന്നത് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ഗ്രഹങ്ങളെ പറ്റി, ഭൂമിയെ പറ്റി. ഓക്കെ, സോ മേ ബി അതിലേക്ക് വരുന്ന അതൊരു തൊഴിലായിട്ട് എടുക്കാൻ സാധ്യതയുള്ള ആളുകളും ഉണ്ടായിരിക്കണം. ആൻഡ് ഇത് അഗെയിൻ നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്നത് ഗ്രൂപ്പ് നമ്പർ 3 ഈ ഒരു പ്രൊഫഷൻ മാത്രം എന്നുള്ളതല്ല, ഇങ്ങനെ വളരെ ചുരുക്കം ആളുകൾ മാത്രം സിലക്ട് ചെയ്യാൻ സാധ്യതയുള്ള പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് അങ്ങനത്തെ താല്പര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് ചില ആളുകൾ നിങ്ങൾ ആ ഒരു ഫെയിമിലേക്കാണ് നിങ്ങൾ അട്രാക്റ്റഡ് ആയി പോകുന്നത്, ആ ഫെയിമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഫെയിം നിങ്ങളുടെ ലൈഫിൽ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചില ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു ഭംഗി കൊണ്ടാണ് നിങ്ങൾ ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരുന്നത്.
ഓക്കെ, അസാധ്യമായിട്ടുള്ള ഒരു സൗന്ദര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മേ ബി നാച്ചുറലി നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, റൈറ്റ്? സോ വളരെ ചുരുക്കം ആളുകൾക്ക് എത്തിപ്പെടാനോ അവർക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രം ചിന്തിച്ച് ജീവിതത്തിൽ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം, ഓക്കെ, പണം കൊടുത്തു വാങ്ങിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ബട്ട് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈവൻ അങ്ങനത്തെ ഒരു തോന്നലുകളും ഉണ്ടാവുള്ളൂ. ബട്ട് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളത് നേടിയെടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ട്, അതായത് ജീവിതത്തിനോടും നിങ്ങൾ ഈ ഭൂമിയുടെ ഈ ഒരു യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണെന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ ആണ് നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ടുള്ളതും കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഇതിന് വേണ്ടിയിട്ടുള്ള, ഇത് നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അക്സെപ്റ്റ് യുവർ സെൽഫ് ദ വേ യു ആർ. ഓക്കെ, ബിക്കോസ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള സൗന്ദര്യമുള്ള ആളുകൾ മാത്രം എന്നുള്ളതല്ല. നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ളൊരു സൗന്ദര്യം കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റേൺ ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള ഒരു അട്രാക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചില ഡിസ്റ്റൻസ്, നിങ്ങൾക്ക് കൊടുക്കുന്ന ഫ്രീഡം, നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഫ്രീഡം, ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഫ്രീഡം നിങ്ങളെ അസാധ്യമായിട്ടുള്ളൊരു അട്രാക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ഗ്രൂപ്പ് നമ്പർ 3, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നൊരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.